blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇതുവരെ ദൈവം നമ്മെ ഈ ബ്ലെസ്സിങ് ടുഡേയെ അനുഗ്രഹിച്ചു. 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുവാനും അനേകർ മുന്നിലേക്ക് വന്നു. ടെലികാസ്റ്റ് ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവത്തിന് ഞാൻ നന്ദി പറയുമ്പോൾ തന്നെ ബ്ലെസ്സിങ് ടുഡേയുടെ ഇതുവരെയുള്ള 100 കണക്കിന് സ്പോൺസേഴ്സിനായി പ്രത്യേകിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് നന്ദി പറയുന്നു. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി നന്ദി. ഈ ശുശ്രൂഷകളെ സ്നേഹിക്കുകയും എല്ലാ നിലകളിലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ജെസി ജേക്കബിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 34 വർഷമായുള്ള തൻ്റെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൻ്റെ സഹോദരി ലവ്ലിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രോഗങ്ങളിൽ നിന്നും ആ സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലവ്ലിയുടെ മകൻ ഫെവിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 34 വർഷമായുള്ള തൻ്റെ നൈറ്റ് ബ്ലൈൻഡ്നെസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ കുടുംബത്തെ അങ്ങ് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതോട് ചേർന്ന് കർത്താവെ, സാറാമ വർഗീസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഷുഗർ, BP തുടങ്ങിയതിൽ നിന്നും പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുക്കണമേ. മകൻ എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ നെയ്സൽ ബ്രിഡ്ജിൻ്റെ ആ ബെൻഡ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സർജറി കൂടാതെ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, കുഞ്ഞുങ്ങൾ ഗ്രിഗറി, ജോയാൻ ഇരുവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും കർത്താവെ, എല്ലാ അലർജികളിൽ നിന്നും സൗഖ്യം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ കർത്താവ് ഈ സമയത്ത് കർത്താവെ, ഈ കുടുംബത്തിലെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് നമ്മൾ വേഗത്തിൽ പോവുകയാണ്. ഇന്നത്തെ മിറക്കിൾസ് ടുഡേ കാണുമ്പോൾ എബ്രായ ലേഖനം 13:8 പറയുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. മാറ്റമില്ലാത്ത യേശു നമുക്ക് വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കും എന്ന് ഉള്ളിൽ വിശ്വസിക്കുക. ബ്രദർ, ഈ സഹോദരിയുടെ പേര് സുമി എന്നാണ്. കാക്കനാട് നിന്നാണ് വരുന്നത്. മൈ പ്രയർ ഡയറി വീണ്ടും കുടുംബങ്ങളിലേക്ക് അത്ഭുതം കൊണ്ടുവരുന്നുള്ളതിന് അടുത്ത സാക്ഷിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജനുവരി മാസത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു പ്രാവശ്യം വന്നത്. പക്ഷേ പിന്നീട് വരാനായിട്ട് വീട്ടിൽ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. എങ്കിലും തുടർച്ചയായിട്ട് ഇവർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുമായിരുന്നു. അത് ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരുന്നു. പക്ഷേ ഈ ബ്ലെസ്സിങ് ടുഡേ കാണുമ്പോഴെല്ലാം ഇവരുടെ ജീവിതത്തിൽ ചെറിയ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. ഇവർക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി പ്രശ്നം വന്നു. കുറച്ച് പണം ആരുടെ നിന്നെങ്കിലും വാങ്ങണം എന്നൊരു സിറ്റുവേഷൻ വന്നു. ആ സമയത്ത് ഇവരൊരു കൂട്ടുകാരിയോട് വായ്പയായിട്ട് പണം ചോദിച്ചു. അപ്പോൾ അവരോട് ഞാനൊരു ചിട്ടി ചേർന്നിട്ടുണ്ട്, കുറേ നാളായി വിളിക്കാൻ നോക്കണേ, ഇതുവരെ നടന്നിട്ടില്ല, അത് കിട്ടിയാൽ നിനക്ക് നീ ചോദിച്ച പൈസ തന്നേക്കാം എന്ന് പറഞ്ഞു. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രെയർ ഡയറി, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ 2 ആഴ്ചയായിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്, ഇവരൊരു പ്രെയർ ഡയറി വാങ്ങിച്ചു. ആ പ്രെയർ ഡയറിയിൽ എനിക്കൊരു അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പോർഷൻ വെച്ചിട്ട് ഈ ചിട്ടി അടുത്ത തവണ എടുക്കുന്നത് ഇവർക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, അതുവരെയും കിട്ടാതിരുന്ന ചിട്ടി അന്ന് കിട്ടി. ഇനി അത് മാത്രമല്ല, അവരാ പൈസ കൊടുത്തപ്പോൾ പറഞ്ഞു,
ഇത് വായ്പയായിട്ടല്ല, ഇതെനിക്ക് തിരിച്ചു തരികയേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കൊടുക്കണം. കൈനീട്ടി പ്രാർത്ഥിച്ചാലും കർത്താവിനെ നിങ്ങൾ ഈ സഹോദരി അനുഗ്രഹിക്കുന്നു, സകലത്തിലും അനുഗ്രഹിക്കണമേ. തുടർന്ന് കർത്താവിനെ എല്ലാ ആഴ്ചയിലും വന്ന് ആരാധിക്കുവാൻ സഹായിക്കണമേ. തന്റെ ജീവിതത്തിൽ ഇനിയും വലിയ അത്ഭുതങ്ങൾ കാണുവാനിടയാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ പഠനം തുടരുകയാണ്. 5-ാം ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായി, അതിനിടയിൽ ഒന്നും തന്നെ വിട്ടുപോകാതെ ഈ പഠന പരമ്പര മുഴുവൻ അതിൻ്റെ നോട്ട്സ് കുറിച്ചെടുത്ത് വീണ്ടും വീണ്ടും പഠിക്കണം. കർത്താവ് ഇതിലൂടെ ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Let us start from verse number 4. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ 4-ാമത്തെ വചനത്തിൽ നിന്ന് തുടങ്ങാം. In all my prayers for all of you, I always pray with joy. ആദ്യ ദിവസം മുതൽ ഇന്നുവരെയും സുവിശേഷത്തിൽ നിങ്ങൾക്കുള്ള പങ്കാളിത്തം നിമിത്തം I especially want to highlight all prayers for all of you. അവിടെ പ്രത്യേകമായിട്ട് അവിടെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട, അടിവരയേണ്ട ഭാഗം ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള സകല പ്രാർത്ഥന. Hallelujah. ഹല്ലേലൂയ. Paul was a praying man of God. പൗലോസ് ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. He was leading a prayerful life. അദ്ദേഹം ഒരു പ്രാർത്ഥനാ ജീവിതം When നയിക്കുന്നവനായിരുന്നു. he was journeying, when he was ministering somewhere, day in and day out, he was a praying man of God. അദ്ദേഹം യാത്രയിലായിരിക്കുമ്പോൾ, അദ്ദേഹം ശുശ്രൂഷയിലായിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ദിവസത്തിന്റെ രാവും പകലും അദ്ദേഹം പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നവനായിരുന്നു. I have a message for you. എനിക്ക് നിങ്ങളോട് ഒരു സന്ദേശം പറയുവാനുണ്ട്. In the same way, we should also develop a praying nature in our lives. ഇതുപോലെ തന്നെ നാമും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒരു സ്വഭാവത്തെ പടുത്തുയർത്തേണ്ട ആവശ്യമുണ്ട്. Whether we are traveling or whether we are bathing, whether we are eating, whether we are doing anything in life, there should be a praying mode. The connection to heaven should be always there in our lives. ഒരു പക്ഷേ നാം കുളിക്കുകയായിരിക്കാം, കുളിക്കുന്ന സമയത്തും അതുപോലെ യാത്ര ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, നാം എന്തെല്ലാം ചെയ്യുമോ ആ സമയത്തൊക്കെയും ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ എല്ലാ സമയവും ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ബന്ധം അനുദിനം നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. Paul says, I always pray with joy. പൗലോസ് പറയുകയാണ്, ഞാൻ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. When I gave you the introduction, I told you the theme of this letter is joy in Christ Jesus. ഈ സന്ദേശത്തിന്റെ ആദ്യ ദിവസത്തിൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ സന്ദേശത്തിന്റെ അല്ലെങ്കിൽ ഈ ഫിലിപ്പിയ ലേഖനത്തിന്റെ ഇതിവൃത്തം എന്നുള്ളത് അത് സന്തോഷത്തെ കുറിച്ചുള്ളതാണ്. Nearly 12 times we will come across with this word joy or rejoice in this letter. ഏതാണ്ട് 12 പ്രാവശ്യത്തോളം സന്തോഷിക്കുക അല്ലെങ്കിൽ സന്തോഷിപ്പീൻ എന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. Now here the apostle is praying with joy. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ്. Sometimes we pray with sorrow in our hearts. ചില സമയങ്ങളൊക്കെ നാം പ്രാർത്ഥിക്കുന്നത് ദുഃഖത്തോടെ കരച്ചിലോട് കൂടിയാണ്. But here the apostle say, I'm praying for all of you with joy in my heart. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Can I tell you something? ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. The real joy comes to our hearts along with our salvation. ഓർക്കുക, യഥാർത്ഥത്തിലുള്ള സന്തോഷം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു ചേരുന്നത് രക്ഷയുടെ അനുഭവത്തോടൊപ്പമാണ്. We call it the joy of salvation. അതുകൊണ്ടാണ് നാം ഇതിനെ രക്ഷയുടെ സന്തോഷം എന്ന് പേർ വിളിക്കുന്നത്. Hallelujah. Hallelujah. I still remember the joy that was coming into my life when I embraced the Savior into my life. ഞാൻ ഇന്നും ഓർക്കുകയാണ്, എൻ്റെ കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായി നാഥനായി ഞാൻ
പൊട്ടിപ്പുണർന്ന് സ്വീകരിച്ച ആ നിമിഷത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് തന്ന സന്തോഷം ഞാൻ ഇന്നും ഓർക്കുകയാണ്. Sometimes I would sit in his presence through the night and enjoy that joy. ചില സമയങ്ങളിൽ ഞാൻ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആ സന്തോഷത്തിൽ കൂടുതൽ കൂടുതൽ ആഹ്ലാദിക്കാറുണ്ട്. Hallelujah. ഹല്ലേലൂയ. In the beginning, I still remember the way the Lord filled my heart with a great joy from the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള വലിയ സന്തോഷത്താൽ എൻ്റെ ഹൃദയത്തെ നിറച്ച ആ സംഭവത്തെ ഇന്നും ഞാൻ ഓർക്കാറുണ്ട്. The book of Nehemiah chapter 8 and verse number 10 says, നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം ഇങ്ങനെയാണ് the പറയുന്നത്. joy of the Lord is our strength. കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. The joy of the Lord is our strength. കർത്താവിലുള്ള സന്തോഷം നമ്മുടെ ബലമാകുന്നു. Hallelujah. ഹല്ലേലൂയ. Romans chapter 14 and verse number 17 says, റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം പറയുകയാണ്, the kingdom of God is not food or drink, but righteousness, peace and joy in the Holy Spirit. അവിടെ പറയുകയാണ് റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തിൽ, എന്തെന്നാൽ ദൈവരാജ്യം ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും കാര്യമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. When we have good food, there is some happiness, joy. നല്ല ഭക്ഷണം നാം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിന് വലിയ സന്തോഷമാകും. When you have a very good drink, there is joy. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ, നല്ല ജ്യൂസ് ഒക്കെ കുടിക്കാൻ ലഭിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ടാകും. But this joy from the Holy Spirit is a better joy, is a greater joy. എന്നാൽ ഇവിടെ വായിക്കപ്പെടുന്ന ഈ സന്തോഷം എന്നുള്ളത് പരിശുദ്ധാത്മാവിലുള്ള മറ്റെന്തിനേക്കാളും വളരെ മേത്തരമായ ഒരു സന്തോഷമാണിത്. Galatians chapter 5 and verse number 22. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, Joy is found among the fruit of the Holy Spirit. സന്തോഷം എന്നുള്ളത് ആത്മാവിന്റെ ഫലത്തിൽ ഒന്നായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. As I am speaking to you, I know joy of the Lord is coming down just like dew and settling down in all hearts. ഇത് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ സന്തോഷം മഞ്ഞു കണങ്ങൾ കണക്കെ നിങ്ങളുടെ മേൽ വന്ന് നിൽക്കുന്നത്, തങ്ങി നിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ, If you enjoy that joy of the Holy Spirit, you can express it on your face. നിങ്ങൾ ആ സന്തോഷം, രക്ഷയുടെ സന്തോഷം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇപ്പോൾ മുഖത്ത് അത് കാണിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറയാമോ? Can I tell you a secret? ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയട്ടെ. If you can show, if you can exhibit, if you can demonstrate, if you can show the world the joy of your salvation, even without preaching, people will come to salvation. നിങ്ങളുടെ അകത്തുള്ള രക്ഷയുടെ സന്തോഷത്തെ നിങ്ങളുടെ മുഖത്ത് പ്രകടിപ്പിക്കാമെങ്കിൽ, ഒരു രഹസ്യം ഞാൻ പറയട്ടെ, മറ്റൊരു സുവിശേഷവും കേൾക്കാതെ തന്നെ അത്തരം വ്യക്തികളെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. Some youths are going after drugs. ചില യുവാക്കൾ മയക്കുമരുന്നിന്റെ പുറകെ പോവുകയാണ്. To get some high, to get some joy, to get some special experience. ചില പ്രത്യേക അനുഭവങ്ങൾ ലഭിക്കുവാൻ, ആർക്കും ലഭിച്ചിട്ടില്ല ചില സന്തോഷം അനുഭൂതികൾ ലഭിക്കുവാനായിട്ട് അവർ അതിന്റെ പുറകെ പോവുകയാണ്. But they don't know this thing. The real joy is not in drugs, not in drinks, not in food, not in dress, not in any other enjoyment of this world. The real joy comes from the heart of the Father. എന്നാൽ ഓർക്കുക, യഥാർത്ഥ സന്തോഷം എന്നുള്ളത് അതൊരിക്കലും മയക്കുമരുന്നിലല്ല, അതൊരിക്കലും മദ്യത്തിലല്ല, അതൊരിക്കലും ഒരു ഭക്ഷണത്തിലോ പാനീയത്തിലോ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിലോ പുറമെ മോടിയിൽ കാണിക്കുന്ന കാര്യങ്ങളിലോ അല്ല. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൽ നിന്നാണ്, രക്ഷയ്ക്കകത്താണ് യഥാർത്ഥമായി സന്തോഷം കുടികൊള്ളുന്നത്. Matthew chapter 5 verse number 12. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിൽ എന്താണ് പറയുന്നത്? When people criticize you,
this joy will not be lost. അവിടെ പറയുകയാണ്, ജനങ്ങൾ നിങ്ങളെക്കെതിരെ വിമർശിക്കുമ്പോൾ സകലവിധ ദോഷവും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുകയാണ് വേണ്ടത്. Meaning this joy cannot be stolen by criticism of this world. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ അകത്ത് ദൈവം പകർന്നിട്ടുള്ള സന്തോഷം മറ്റുള്ളവർ നിങ്ങളെ വിമർശിക്കുമ്പോൾ, കളവായി പറയുമ്പോൾ അതിന് നിങ്ങൾ ആ സന്തോഷത്തെ മോഷ്ടിച്ചെടുക്കാൻ സാധ്യമല്ല. If people are speaking against you, backbiting you, ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ, പുറകെ നിന്ന് എതിർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, close your doors, നിങ്ങളുടെ വാതിലടച്ച് jump up and down, അകത്ത് കയറിയിട്ട് മേല് കീഴെ ചാടണം, and rejoice in the Lord. എന്നിട്ട് കർത്താവിൽ അങ്ങ് സന്തോഷിക്കണം. Why? The reason is written. എന്തുകൊണ്ടാണെന്ന് ബൈബിളിൽ അവിടെ കാരണം എഴുതിയിട്ടുണ്ട്. Greater is your reward in heaven. അവിടെ എഴുതിയിരിക്കുന്ന സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതാണ്. Hallelujah. Hallelujah. Many people do not know this. ഒത്തിരി ആളുകൾക്ക് ഈ രഹസ്യം അറിയില്ല. So they are sad. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വേഗം Oh, സങ്കടപ്പെടും. that person told this thing about me. ഓ, ആ വ്യക്തി എന്നെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണല്ലോ. കരയാനായിട്ട് തുടങ്ങിയാണ്. But remember this, there is a reward for that criticism. എന്നാൽ ഓർക്കണം, ഒരു കാര്യം ഓർക്കണം, നിങ്ങൾക്കെതിരെ ഒരു വിമർശനം വരുമ്പോൾ അതിന് നിങ്ങൾക്കൊരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്. Hallelujah. ചേർന്ന് ഹല്ലേലൂയ So പറഞ്ഞാൽ. that's why Paul says, in all my prayers for all of you, I always pray with joy in my heart. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. And verse number 5, because of your partnership in the gospel from the first day until now. അതിന്റെ മലയാളം ഭാഷയിലുള്ള ബൈബിളിൽ 4-ാമത്തെ വചനത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ആദ്യ ദിവസം മുതൽ ഇന്നുവരെയും സുവിശേഷത്തിൽ നിങ്ങൾക്കുള്ള പങ്കാളിത്ത നിമിത്തം. Oh, I want to stop there. ഞാൻ അവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Paul is speaking about the partnership of the Philippians with him in the gospel. ഇവിടെ പൗലോസ് ശ്രമിക്കുന്നത് ഫിലിപ്പിയരും പൗലോസും തമ്മിലുള്ള സുവിശേഷത്തെ പ്രതിയുള്ള ഒരു പങ്കാളിത്വത്തിന്റെ കാര്യത്തിലാണ്. And Paul says it was there from day one. അവിടെ പൗലോസ് അത് പറയുന്നത് അത് ആദ്യ ദിവസം തുടങ്ങിയ ഒരു കാര്യമാണ്. Now Paul is an ambassador of Christ. ഇപ്പോൾ പൗലോസിനെ നോക്കൂ, ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു സ്ഥാനാപതിയാണ് അദ്ദേഹം. Earlier he had an anti-Christian stand. അതിനു മുൻപുള്ള സമയത്ത് ഒരു എതിർ ക്രിസ്ത്യാനിയായി പ്രവർത്തിച്ചിരുന്നവനായിരുന്നു അവൻ. Once he came to know Christ, ഒരിക്കൽ അവൻ യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ he became completely involved with Jesus. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ പൂർണ്ണനായി നിമഗ്നനായി തീർന്നു. And he was moving like a bulldozer. ഇപ്പോൾ അദ്ദേഹം ഒരു മെതിവണ്ടി പോലെ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. Thrashing and crushing everything that was coming against him. തനിക്കെതിരെ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തകർത്ത് മുന്നേറുന്ന ഒരു മെതിവണ്ടിയെ അവൻ മുന്നോട്ട് പോകുകയാണ്. And he reached Europe. ഇപ്പോൾ അദ്ദേഹം യൂറോപ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. In Philippi he met Lydia. അവിടെ വെച്ച് ഫിലിപ്പയിൽ വെച്ച് ലുദിയായെ കണ്ടുമുട്ടുന്നു. The first lady, the first fruit in Europe. യൂറോപ്പിന്റെ ആദ്യ ഫലമായി വിശ്വാസത്തിലേക്ക് വന്ന ആദ്യ വനിത. Then he was put in jail. അതിനുശേഷം അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുന്നു. The jailer got saved. അവിടെ നോക്കൂ, ജയിൽ അധികാരി കാരാഗൃഹ പ്രമാണി ഇത് രക്ഷിക്കപ്പെടുകയാണ്. That was only a start. അത് ഒരു തുടക്കം മാത്രമായിരുന്നു. So many people came to the Lord. ഒത്തിരി ആളുകൾ പൗലോസിലൂടെ യേശുവിലേക്ക് വന്നു ചേരുകയാണ്. Now there are so many believers in Philippi. ഇപ്പോൾ നോക്കൂ, ഒത്തിരി വിശ്വാസികൾ ഫിലിപ്പിയ പട്ടണത്തിൽ ഉടലെടുത്തിരിക്കുകയാണ്. But one speciality of this church, എന്നാൽ ഈ ഫിലിപ്പിയ സഭയുടെ ഒരു വളരെ പ്രത്യേകത എന്നുള്ള കാര്യം he ഇതാണ്. had started many other churches. അദ്ദേഹം ഒത്തിരി സഭകൾ പലതും In തുടങ്ങിയിട്ടുണ്ട്. Thessalonica he started a church. തെസ്ലോനിയിൽ അദ്ദേഹം മറ്റൊരു സഭ In തുടങ്ങിയിട്ടുണ്ടായിരുന്നു. Berea he started another church. ബെരോവിയിൽ മറ്റൊരു സഭ അദ്ദേഹം In തുടങ്ങിയിട്ടുണ്ടായിരുന്നു. many places. പല സ്ഥലത്ത് സഭകൾ തുടങ്ങി. But one speciality എന്നാൽ with this church, എന്നാൽ ഫിലിപ്പിയ സഭയിലുള്ള ഒരു പ്രത്യേകത അവിടെ പറഞ്ഞിട്ടുണ്ട്. they became partners with the apostle in the gospel from day one. അവിടെ എഴുതിയിരിക്കുന്നത് ആദ്യ ദിനം മുതൽ സുവിശേഷത്തിൽ പൗലോസിനോട് പങ്കാളിത്തമുള്ളവരായിരുന്നു ഫിലിപ്പിയ വിശ്വാസികൾ. Do you
understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? I don't know, they became partners with this great man of God. നോക്കുക, അവർ ദൈവ പുരുഷനായിട്ടുള്ള പൗലോസുമായി ഒരു പങ്കാളിത്തം, എന്തിൽ? സുവിശേഷത്തിൽ പങ്കാളിത്തമുള്ളവരായിരുന്നു. Let me tell you, this is a great privilege. ഞാൻ പറയട്ടെ, ഇതൊരു മഹാഭാഗ്യമാണ്. Hallelujah. ഹല്ലേലൂയ. How did they become a partner? എങ്ങനെയാണ് അവർ ഒരു പങ്കാളിത്തത്തിലേക്ക് വന്നു ചേർന്നത്? Very simple. വളരെ എളുപ്പമുള്ള Just കാര്യം. like business partnership. ഒരു ബിസിനസ് പങ്കാളിത്തം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ They invested for the gospel. എന്താ സംഭവിച്ച? സുവിശേഷത്തിന് വേണ്ടി Yes. അവർ ചിലത് ചിലവഴിച്ച്. Hallelujah. ഹല്ലേലൂയ. In plain language, they gave money. മറ്റൊരു തുറന്ന ഭാഷയിൽ പറയട്ടെ, Yes. അവർ പണം സുവിശേഷത്തിന് വേണ്ടി കൊടുത്തു. Hallelujah. ഹല്ലേലൂയ. They gave money to the apostle for preaching the gospel, സുവിശേഷം പ്രസംഗിക്കുവാൻ for വേണ്ടി, his travel, for his expenses. അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി, Yes. അദ്ദേഹത്തിന്റെ ചിലവുകൾക്ക് വേണ്ടിയിട്ടുള്ള പണം സഭ അവിടെ നൽകിയിരിക്കുന്നതായി നാം വായിക്കുന്നു. From day one, that was their nature. ആദ്യ ദിവസം മുതൽ ആ സഭയുടെ സ്വഭാവം അതായിരുന്നു. I don't think Paul is writing like this in any other apostle, any other epistle. എനിക്കറിയില്ല പൗലോസ് ഇതുപോലുള്ള രീതിയിൽ മറ്റേതെങ്കിലും ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന്. There were many churches. അന്ന് ഒത്തിരി സഭകൾ വേറെ പലതും ഉണ്ടായിരുന്നു. But this church at Philippi, they were different in character. എന്നാൽ ഈ ഫിലിപ്പിയ സഭയുടെ പ്രത്യേകത, ഇവർ സ്വഭാവത്തിൽ വളരെ വ്യത്യസ്തരാണ്. Hallelujah. ഹല്ലേലൂയ. Let me tell you something. ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയട്ടെ. You can also become a partner of the gospel. നിങ്ങൾക്കും സുവിശേഷത്തിന്റെ ഒരു പങ്കാളിയായി മാറാൻ സാധിക്കും. Not just praying, Lord, 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 help my minister, help my pastor. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പാസ്റ്ററെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല. Bless him, Lord, bless his ministry, bless his wife, bless his travels. കർത്താവേ അങ്ങയുടെ ദാസന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ, ജീവിതം അനുഗ്രഹിക്കണമേ, ഭാര്യ അനുഗ്രഹിക്കണമേ, മക്കൾ അനുഗ്രഹിക്കണമേ, യാത്ര അനുഗ്രഹിക്കണമേ എന്ന് മാത്രമല്ല. That is only prayer partnership. അത് പ്രാർത്ഥനയുടെ പങ്കാളിത്തം മാത്രമാണ്. But the actual partnership comes, as Paul describes, when they invested money for the gospel. അവിടെ യഥാർത്ഥത്തിലുള്ള പങ്കാളിത്തത്തെ കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവർ സുവിശേഷത്തിനു വേണ്ടിയുള്ള പണം നൽകിയപ്പോഴാണ് യഥാർത്ഥ പങ്കാളിത്തത്തിലേക്ക് വന്നു ചേർന്നത്. Hallelujah. Hallelujah. There are so many sleeping partners in the world. ഇന്ന് ലോകത്തിൽ ഉറങ്ങുന്ന ഒത്തിരി പങ്കാളികളുണ്ട്. They are not active as a partner. അവർ ഒരിക്കലും പ്രവർത്തന നിരതരായിട്ടുള്ള പ്രവർത്തിക്കുന്ന പങ്കാളികളല്ല. But Philippians were not like that. എന്നാൽ ഫിലിപ്പിയിലെ വിശ്വാസികൾ അങ്ങനെയുള്ളവരല്ലായിരുന്നു. They were active, vibrant, lively partners with the apostle. അപ്പസ്തോലനോടൊപ്പം സുവിശേഷത്തിന് വേണ്ടി ശക്തിയോടെ, അതിശക്തിയോടെ പ്രവർത്തന നിരതരായി പ്രവർത്തിക്കുന്ന സഭയായിരുന്നു ഫിലിപ്പിയ സഭ എന്നുള്ളത്. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശ്വാസം അകത്തുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിശ്വസിച്ച് ഈ TV സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കൈ നീട്ടി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. മുട്ടിൽമേൽ നിന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വലിയ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ. ചില വ്യക്തികളുടെ തലയിൽ നിന്നും വൃത്താകൃതിയിൽ പാച്ചസായി മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ഒന്നുമല്ല, ചില ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ മുഴുവനായി പോയിക്കൊണ്ടിരിക്കുക. യേശുവിൻ നാമത്തിൽ ആ പ്രതിഭാസം നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ഹാർട്ടിൻ്റെ തകരാറുള്ള ചില വ്യക്തികളെ, പ്രത്യേകിച്ച് വാൽവുകൾ തകരാറുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതിൽ മുതിർന്നവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചില കുഞ്ഞുങ്ങളിൽ ഇത്ര പ്രായമാകുമ്പോൾ സർജറി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹോളുള്ള, ഹാർട്ടിൻ്റെ വാൽവിലോ ഭാഗങ്ങളിലോ ഹോളുള്ള ചില കുഞ്ഞുങ്ങൾ യേശുവിൻ നാമത്തിൽ ആ സർജറിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ആ സർജറി നടക്കിയില്ല. അതുപോലെ ആ ഹോള് യേശു കർത്താവ് തൻ്റെ കൈവിരലുകൾ കൊണ്ട് അടയ്ക്കുകയാണ്. അതുപോലെ ചില വ്യക്തികളുള്ള ആസ്മ രോഗം, രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ ഉള്ള ചില കുട്ടികളിലുമുണ്ട്, വലിയവരിലുണ്ട് ആസ്മ രോഗം. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അരക്കെട്ടിൻ്റെ ഭാഗത്ത്
ആ വേസ്റ്റിൻ്റെ ഭാഗത്തുള്ള അസ്ഥികളിൽ പ്രയാസമോ എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, സൗഖ്യമാകട്ടെ. അതുപോലെ ഫേഷ്യൽ മസിൽസ്, ഈ മുഖത്തുള്ള ഈ ഭാഗത്തുള്ള മസിലിൻ്റെ കോർഡിനേഷനിൽ പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ഷുഗർ ലെവൽ യേശുവിൻ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ. കൊളസ്ട്രോൾ ലെവൽ നോർമലാകട്ടെ. ബ്ലഡ് കൗണ്ട് യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. മുൻകാലത്ത് വന്നിട്ടുള്ള ചില രോഗങ്ങളുടെ പ്രയാസം ഇപ്പോഴും അനുഭവിക്കുന്ന ചില ശരീരങ്ങൾ യേശുവിൻ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ അങ്ങ് തൊട്ടനുഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനങ്ങൾ കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമേ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവരുടെ വിവാഹം നടക്കാനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞു ഒരുമിച്ച് പോകാൻ കഴിയാതെ ഡൈവോഴ്സിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ തിരിച്ച് ഒരുമിച്ച് സ്നേഹത്തിൽ ജീവിക്കാൻ തീരുമാനമെടുക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പല പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. മൈ പ്രേ ഡയറി, എൻ്റെ പ്രാർത്ഥന ഡയറി. ഇതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു പോഷകം എന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. പ്രാർത്ഥന എന്താണെന്നും അതുപോലെ വിവിധ അവസരങ്ങൾ പ്രാർത്ഥിക്കേണ്ട മാതൃകാ പ്രാർത്ഥനകൾ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കാനുള്ള പേജുകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് അതാവശ്യപ്പെടാം. അതുപോലെ ആശിഷ്യന്മാരെ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് എന്ന പേരിലുള്ള ഇതൊരു കലാസൃഷ്ടി കൂടെയാണ്. കഥാ രൂപത്തിൽ 15 അധ്യായങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വളരെ സരളമായ ഭാഷയിൽ പഠിക്കാൻ കഴിയുന്ന പുസ്തകമാണ്. യു ക്യാൻ റിക്വസ്റ്റ് യുവർ കോപ്പീസ് ബൈ കോളിംഗ് ഓൺ ദ നമ്പേഴ്സ് ഓൺ ദ സ്ക്രീൻ. കർത്താവ് ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഫിലിപ്പിയ ലേഖന പഠനം ഈ ആഴ്ച മുഴുവൻ നീണ്ടു നിൽക്കുന്നുണ്ട്. ഒന്നുപോലും മിസ്സാകരുത്. നമുക്ക് നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.